നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 20 ആണ്. അപ്പോൾ ഇന്ന് പഠിക്കേണ്ട SCRT പാഠഭാഗം 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 സാമ്പത്തിക സ്രോതസ്സുകൾ. അപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു, എക്കണോമിക്സിലേക്ക് കടന്നേക്കുക. അപ്പോൾ ഓരോ ടോപ്പിക്കും റാങ്ക് ഫയൽ ബേസ് ചെയ്തും പഠിക്കാനുണ്ട്, അതുപോലെ SCRT ബേസ് ചെയ്ത് ആ ടോപ്പിക്കിൽ വരുന്ന ചാപ്റ്റേഴ്സും പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് തന്ന ടോപ്പിക്കിലെ SCRT ചാപ്റ്റർ ആണ് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 5 സാമ്പത്തിക സ്രോതസ്സുകൾ. എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും വെൽക്കം. സെവൻത് സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 5 സാമ്പത്തിക സ്രോതസ്സുകൾ. ഈ ചാപ്റ്ററിലെ ആദ്യം പഠിക്കേണ്ട പോയിന്റ് സമ്പൂർണ എന്ന പദ്ധതി എന്തുവാ. സമ്പൂർണ എന്ന് പറയുന്ന പദ്ധതിയെ സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനു വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് സമ്പൂർണ. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയായെന്ത് സമ്പൂർണ. ഇനി അടുത്ത് നോക്കാൻ പോകുന്ന നമ്മുടെ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, ഈ വക കാര്യങ്ങളാണ്. എക്കണോമിക്സിലെ ഫസ്റ്റ് ടോപ്പിക് തന്നെ എന്തുവാ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ, അപ്പൊ അതിൽ വരുന്നതാ. അപ്പോൾ ആദ്യത്തേത് മേഖലകളും തൊഴിൽ ലഭ്യതയും. അതില് പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാ, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഈ പ്രാഥമിക മേഖലയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൃഷിക്കല്ലേ, അതുകൊണ്ട് കാർഷിക മേഖല എന്നും പ്രാഥമിക മേഖല അറിയപ്പെടുന്നു. ഇനി ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാ, പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. അതായത് വ്യവസായത്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഈ വ്യവസായത്തിന് വേണ്ടിയിട്ടേ നമ്മുടെ പ്രൈമറി സെക്ടർ ഇല്ലേ, ഈ പ്രൈമറി സെക്ടറിലെ പ്രോഡക്ട്സ് അസംസ്കൃത വസ്തു എന്ന് വെച്ചാൽ എന്തുവാ, റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ദ്വിതീയ മേഖലയിലാണ്. അതുകൊണ്ട് വ്യവസായത്തിന് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് ഇതിനെ വ്യാവസായിക മേഖല എന്ന് അറിയപ്പെടുന്നു. ഇനി തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല എന്ന് പറഞ്ഞാൽ എന്തുവാണ്, പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതുമായ മേഖലയാണ് സേവന മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖലയാണ് സേവന മേഖല. വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവ ഉൾപ്പെടുന്ന മേഖല ഏതാ, സേവന മേഖലയാണ്. അപ്പൊ സേവന പ്രവർത്തനങ്ങൾ എല്ലാം ഒത്തുചേരുന്നത് കൊണ്ട് ഇതിനെ സേവന മേഖല എന്നറിയപ്പെടുന്നു. സേവന മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരെന്തുവാ, തൃതീയ മേഖലയാണ് സേവന മേഖല എന്നും അറിയപ്പെടുന്നത്. ഇനി പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാ, അത് പ്രാഥമിക മേഖലയാണ്. അപ്പോൾ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഇനി CSO എന്ന് വെച്ചാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കേന്ദ്ര സ്ഥിതിവിവര സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിലെ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ വർഗീകരിച്ചതാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രാഥമിക മേഖലയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഖനനം ഉൾപ്പെടുന്ന മേഖല ഏതാ, പ്രാഥമിക മേഖല. ഇത് ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം എന്നിവയാണ്.
വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് വ്യാപാരം. ഇവിടെ കണ്ടോ, വ്യവസായമാണെങ്കിൽ ദ്വിതീയ മേഖലയാ, തൃതീയ മേഖലയിൽ വ്യാപാരം. പിന്നെ ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, സേവനങ്ങളെല്ലാം, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഈ ഒരു ടേബിള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി പഠിച്ചു വെക്കുക. ഇനി CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിനെ പറ്റി പറഞ്ഞില്ലേ, കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ പ്രധാന ചുമതലകൾ എന്തെല്ലാവാ? സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണക്കാക്കുന്നത്, PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്, ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസിയാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSO. അപ്പൊ അതിന്റെ ചുമതലകളൊക്കെ ഒന്ന് നോക്കിയിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇല്ലേ, ഇന്ത്യയിലെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യതയുടെ ശതമാനം. ഇവിടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല എന്ന് പറയുന്ന പ്രാഥമിക മേഖല 53.2 അല്ലേ 2011 കണക്കനുസരിച്ച്. പക്ഷേ ഉണ്ടല്ലോ, ഏതെല്ലാം മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് വർദ്ധിച്ചു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ദ്വിതീയ മേഖലയും തൃതീയ മേഖലയാണ്. ഇതുണ്ടോ, 14.2 എന്നുള്ളത് 18.7 ആയി, പിന്നെ 21.5 ആയി വർദ്ധിച്ചാ വരുന്നത്. തൃതീയ മേഖല എടുക്കുമ്പോഴും അതുപോലെയാ, 20.9, 24.8, 25.3 വർദ്ധിച്ചാ വരുന്നത്. പക്ഷെ ഉണ്ടല്ലോ, പ്രാഥമിക മേഖല എടുക്കുമ്പോൾ കുറഞ്ഞാ വരുന്നേ. എന്നിരുന്നാലും ഈ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല നോക്കുമ്പോൾ ഏതാ? ഇത് പ്രാഥമിക മേഖലയാ. ഏത് മേഖലയിലാണ് തൊഴിൽ ലഭ്യത എല്ലാ കാലഘട്ടത്തിലും കൂടി നിൽക്കുന്നത്? പ്രാഥമിക മേഖലയിൽ തന്നെയാ. അപ്പൊ ഇവിടുത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തുവാ? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് പ്രാഥമിക മേഖലയാണ്. ഇനി ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും എന്തുണ്ട്? ദാരിദ്ര്യമുണ്ട്. ഭക്ഷ്യോൽപാദനത്തിന് ഗണ്യമായ വർധനവ് വന്നെങ്കിൽ കൂടി ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നു. അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാ? അതിനുള്ള കാരണം 1, വിതരണത്തിലെ അപാകത, 2, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ കാരണം? വിതരണത്തിലെ, ഡിസ്ട്രിബ്യൂഷനിലുള്ള അപാകത, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. ഈ ഡയഗ്രം നോക്കിക്കേ, വർഷവും ഭക്ഷ്യോൽപാദനവും കാണിച്ചേക്കുന്നത്. ഓരോ വർഷവും ഇങ്ങനെ കാലഘട്ടം കഴിയുന്തോറും ഭക്ഷ്യോൽപാദനത്തിൽ വർധനവ് വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷെ ദാരിദ്ര്യം ഇപ്പോഴും നിലനിൽക്കുന്നതിനുള്ള കാരണം ഇതാണ്. ഇനി ഭക്ഷ്യസുരക്ഷ എന്ന് വെച്ചാൽ എന്തുവാ? ഭക്ഷ്യസുരക്ഷ എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷക പ്രാധാന്യമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഭക്ഷ്യസുരക്ഷ. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലവും. ഇനി എന്താ ദാരിദ്ര്യം, പോവേർട്ടി എന്ന് പറയുന്നത്? ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ, കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പറഞ്ഞതായി കണക്ക്, നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ഇതിന് താഴെയാണെങ്കിൽ, ഇതിന് മേലോട്ടാണെങ്കിൽ അവർ ദരിദ്രരല്ല. ഇപ്പൊ 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ആ സമയത്താണല്ലോ സെൻസസ് ഒക്കെ നടന്നത്, അതുകൊണ്ടാണ് ആ ഒരു വർഷത്തെ കണക്ക് പറയുന്നത്. 29.8% ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ കണക്കെന്ന് പറയുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത് ബീഹാറിലാണ്. ബീഹാർ 53.5%. ഏറ്റവും കുറവ് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് 9.5%. കേരളത്തില് 12% ദാരിദ്ര്യം. ഇത് 2011-12 കണക്കനുസരിച്ചാണ്. ഇനി ഭക്ഷ്യ സ്വയം പര്യാപ്തത, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ
ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. കാരണം ആരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് അവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യം തന്നെ ഉൽപ്പാദിക്കുന്നുവെങ്കിൽ അവര് സ്വയം പര്യാപ്തമാണെന്ന്, സെൽഫ് സഫിഷ്യന്റ് ആണെന്ന് പറയാം. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ്. സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പ്രധാനപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളുമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പദ്ധതികൾ: അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇതൊക്കെ പ്രോഗ്രാംസ് ആണ്. ഇനി സർക്കാർ പരിപാടികൾ ഏതൊക്കെയാ? സംയോജിത ശിശു വികസന പരിപാടി, അതായത് ICDS ആണ്, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, മിഡ് ഡേ മീൽ ഉണ്ടല്ലോ, മിഡ് ഡേ മീൽ സ്കീം. പിന്നെ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്നിവ പരിപാടികളാണ്. ഇനി ഓരോന്നും നോക്കാം, പരിപാടികളും പദ്ധതികളും. ആദ്യത്തേത് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അപ്പൊ അതെന്ന് പറയുന്നത് എന്തുവാ? അത് പദ്ധതിയാണ്. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ഇത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ലഭിക്കുന്നു, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇങ്ങനെയാ PSC കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചേ. താഴെ പറയുന്നവയിൽ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക. അതിൽ ഓപ്ഷനിൽ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ഉണ്ടായിരുന്നു. അപ്പൊ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. അന്നപൂർണ എന്ന് പറയുന്നതും സർക്കാരിന്റെ പദ്ധതിയാണ്. ഇതുണ്ടല്ലോ, സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്നു. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. അന്നപൂർണ. ഇനി അന്ത്യോദയ അന്ന യോജന, AAY ഇല്ലേ, അന്ത്യോദയ അന്ന യോജന. ഇത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് പ്രയോജനം ലഭിക്കുന്നത്. ഈ ഒരു പദ്ധതി പ്രകാരം മാസം 35 കിലോ അരിയും, അരി 3 രൂപയ്ക്കും ഗോതമ്പ് 2 രൂപയ്ക്കും ലഭിക്കും. ഇനി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതും സർക്കാരിന്റെ ഒരു പദ്ധതിയാ. ഇത് ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ. പിന്നെ 100 ദിവസത്തെ തൊഴിലാണ് ഉറപ്പാക്കുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്. 100 ദിവസത്തെ തൊഴിലും പിന്നെ 18 വയസ്സ് പൂർത്തിയായവർക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തന്നിരുന്നതാ. 18 വയസ്സ് പൂർത്തിയായവർക്കാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കും. ഇമ്പോർട്ടൻ്റാ, എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റാ. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കും. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാ. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ ലഭിക്കും. ഇനി അടുത്തതുണ്ടല്ലോ പരിപാടികളാ. അതിൽ ആദ്യത്തേത് ഉച്ചഭക്ഷണ പരിപാടി, മിഡ് ഡേ മീൽ സ്കീം. എല്ലാ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. ഇനി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. സംയോജിത ശിശുവികസന പരിപാടിയിലെ ICDS അങ്കണവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. അംഗൻവാടി മുഖേനയാണ് നടപ്പിലാക്കുന്നത്. ആരൊക്കെ ഈ ഒരു പരിപാടിയുടെ ഗുണഭോക്താക്കൾ? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഗുണം ലഭിക്കുന്നത്. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാകുന്നു. അടുത്തത് കേരളവും പൊതുവിതരണ സമ്പ്രദായം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ റേഷൻ കട പോലെയുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് ഏതെന്ന് പറയുന്നത്? പൊതുവിതരണ സംവിധാനം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്തുവാ? ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. ഉദാഹരണം, പൊതുവിതരണ കേന്ദ്രം, നമ്മുടെ റേഷൻ കടയില്ലേ, അപ്പൊ അവിടുന്ന് ലഭ്യമാകുന്ന വസ്തുക്കൾ ഏതൊക്കെയാ? അരി, ഗോതമ്പ്, മണ്ണെണ്ണ, പഞ്ചസാര മുതലായവ.
ഹോർട്ടികോർപ്പിൽ നിന്ന് പച്ചക്കറികളാണ് ലഭ്യമാകുന്നത്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്, ഇവിടെ നിന്നൊക്കെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാകുന്നു. ഇതെല്ലാം പൊതുവിതരണ സംവിധാനത്തിന്റെ കീഴിൽ വരുന്നതാണ്. ഇനി അടുത്തത് ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം നടത്തിയും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തോട് അടുക്കുമ്പോഴും ഭക്ഷ്യോൽപാദനത്തിൽ കുറേ വെല്ലുവിളികളുണ്ട്. എന്തൊക്കെയാത്? ഇവിടെ കാണിച്ചേക്കുന്നുണ്ടോ? സബ്സിഡി വെട്ടിക്കുറച്ചു, കർഷകർ പ്രതിസന്ധിയിൽ, പ്രകൃതിക്ഷോഭം, ഭക്ഷ്യോൽപാദനം ഗണ്യമായി കുറഞ്ഞു, കൃഷിഭൂമികൾ വഴിമാറുന്നു, ഭക്ഷ്യോൽപാദനത്തിൽ ഗണ്യമായ കുറവ്, കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി, യന്ത്രവൽക്കരണം അസാധ്യമാകുന്നു. ഇതൊക്കെ വെല്ലുവിളികളാണ്. അപ്പോൾ പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം, കൃഷിഭൂമികൾ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, സബ്സിഡി കുറയ്ക്കുന്നത്, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്, രാസവളങ്ങളുടെ അമിത ഉപയോഗം, ഭൂമിയുടെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നത്, ഇതൊക്കെ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളാണ്. ഇനി എന്തുവാ? ഭക്ഷ്യസുരക്ഷാ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഈ വർഷമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. 2013 ഈ ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത്. നിരവധി തവണ ചോദിച്ചുള്ള ചോദ്യം 2013. ഈ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. അപ്പം ഈ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒരുപാട് നല്ല പോയിന്റ്സ് ഉണ്ട്. PSC കുറെ തവണ ഇതിനകത്ത് പോയിന്റ്സ് എടുത്ത്, പ്രത്യേകിച്ച് ആ പദസൂര്യനൊക്കെ ഉണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളാം. അപ്പോൾ മനസ്സിലായില്ലേ ചാപ്റ്റർ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്തേക്കാം. പിന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണേ, മസ്റ്റായിട്ടും. ഫസ്റ്റ് കമന്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്